നമ്മൾ ചായയിൽ തുടങ്ങുന്നു. ഒരു ദിവസം ഒരു ചായയെങ്കിലും കുടിക്കാത്തവരുണ്ടാവും. നമ്മൾ കുടിക്കുന്ന ചായയിൽ ഉപയോഗിക്കുന്ന തേയിലപ്പൊടി എത്രത്തോളം നല്ലതാണ്? റിപ്പോർട്ടർ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ചായക്കോപ്പയിലെ വ്യാജം. ஆரஞ்சு கலர் சார் இருக்கு. அதை நீங்கள் மும்பையில் தான் கிடைக்காது. இல்லீகல் தானா? இல்லைங்கன்னா ஆமாம் கொஞ்சம். ചായയ്ക്ക് സ്ട്രോങ്, ഡബിൾ സ്ട്രോങ് എന്ന് പറയുന്നവരാണോ നിങ്ങൾ? ഡബിൾ സ്ട്രോങ്ങും കടുപ്പത്തിലുള്ള ചായയും കുടിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് ഞെട്ടിക്കുന്നൊരു വിവരമാണ് റിപ്പോർട്ടർ ടിവിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ചായയിൽ കടുപ്പം കൂട്ടാൻ മാരകമായ രാസവസ്തുക്കൾ ചേർത്ത തേയിലപ്പൊടി നിർമ്മാണം വ്യാപകമാണ്. വ്യാജ തേയിലപ്പൊടിയുടെ ഉറവിടം തേടി റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. തമിഴ്നാട് കൂനൂരിലെ വ്യാജ തേയിലപ്പൊടി വിതരണക്കാരെ റിപ്പോർട്ടർ കണ്ടെത്തി. കേരളത്തിലും ആവശ്യക്കാരേറെയാണ് എന്നാണ് വെളിപ്പെടുത്തൽ. ആവശ്യത്തിനനുസരിച്ച് കളറ് കൂട്ടി നൽകാമെന്നും കൊറിയർ അയക്കാമെന്നും വിതരണക്കാർ പറഞ്ഞു. മുബഷിർ പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട്. അർബുദത്തിന് വരെ കാരണമാകുന്ന സിന്തറ്റിക് ഫുഡ് കളർ ചേർത്ത വ്യാജ തേയിലപ്പൊടി ഇപ്പോൾ കേരളത്തിലേക്ക് വ്യാപകമായി ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. കേരളത്തിലെ വിവിധ തട്ടുകടകളിലേക്കും അതുപോലെ തന്നെ ഹോട്ടലുകളിലേക്കും ഏറ്റവും കടുപ്പമേറിയ ചായപ്രേമികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവ വിതരണം ചെയ്യപ്പെടുന്നത്. എവിടെയായിരിക്കാം ഈ വ്യാജ തേയിലപ്പൊടിയുടെ നിർമ്മാണം നടക്കുന്നത്? എങ്ങനെയായിരിക്കാം ഇവ കേരളത്തിലേക്ക് എത്തിക്കുന്നത്? വ്യാജ തേയിലപ്പൊടിയുടെ ഉറവിടം തേടിയാണ് റിപ്പോർട്ടറിന്റെ ഈ അന്വേഷണം. സമീപകാലത്ത് കേരളത്തിൽ പിടിയിലായ വ്യാജ തേയില കേസുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എത്തിയത് തമിഴ്നാട് നീലഗിരിയിലാണ്. തമിഴ്നാട് നീലഗിരി ജില്ലയിലെ കൂനൂരിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് കുടിൽ വ്യവസായം പോലെയും ഇതായി കാണുന്ന മാർക്കറ്റുകളിലെ കടകളിൽ ഉൾപ്പെടെ വ്യാപകമായി ഇവ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. മലയാളികൾ ഉൾപ്പെടെ ഇവിടേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. പരിശോധിക്കാം. കൂനൂരിൽ കൂണ് പോലെയാണ് വ്യാജ തേയിലപ്പൊടിയുടെ നിർമ്മാണശാലകൾ. ആവശ്യക്കാരാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വിതരണക്കാരെ സമീപിച്ചത്. ഒരുപാട് കച്ചവടക്കാരുമായി സംസാരിച്ചതിനു ശേഷം പ്രദേശത്തെ പ്രധാന ഏജന്റിനെ തന്നെ ഞങ്ങൾ കണ്ടുമുട്ടി. വ്യാജ തേയിലപ്പൊടിയുടെ നിർമ്മാണത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അയാൾ ഞങ്ങളോട് പറഞ്ഞത്. സാമ്പിളിനായി പോക്കറ്റിൽ നിന്നും മായം ചേർത്ത ചായപ്പൊടി പൊതിയും എടുത്തു തന്നു. ചായക്ക് രുചി വ്യത്യാസം അറിയില്ല. കടുപ്പം കിട്ടാനുൾപ്പെടെ ചേർക്കുന്നത് മാരക രാസവസ്തുക്കൾ. அதை நீங்கள் மும்பையில் தான் கிடைக்காது. அது உங்களுக்கு கேஜி வந்து 4000 ஒரு ஃபுட் கலர். இதெல்லாம் உடம்புக்கு எதுவும் கெடுதல் இல்லை. டயட் அப்படி யூஸ் பண்ணுறாங்க. മലയാളികളാണ് കൂടുതലും വാങ്ങിപ്പോകുന്നതെന്ന് വിതരണക്കാരൻ. கொண்டு நிறைய பேர் நம்ம ஹோட்டல் சைடில் மலையாளிஸ் வச்சிருக்காங்க. எல்லாருமே 90% எல்லாமே இங்கே மலையாளிகள். அவுட் சைடெல்லாம் ஹோட்டல் சைடில் மலையாளிஸ் வச்சிருக்காங்க. ஒன்றும் பிரச்சனை இல்லை. எங்கே நல்ல மலையாளிஸ் தானோ? இங்கே ஒரு 20 കിലോമീറ്റർ ഊട്ടി സൈഡെല്ലാം ഇത് യൂസ് பண்ணுறாங்க. ഒന്നും ഭയം. ചായപ്പൊടിയുടെ അളവിനനുസരിച്ച് കളർ ചേർത്ത് നൽകും. ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകില്ലെന്ന് അയാൾ ആവർത്തിക്കുന്നുണ്ട്. ഒന്നും ഭയം കൊടുക്കലാണ്ട്. അതെല്ലാം ഉടമ്പ് കെടുതൽ നല്ലത്. അതെല്ലാം இல்லைங்கன்னா ஆமாட்டா கொஞ்சம் யூஸ் பண்ணுறது. அதெல்லாம் அங்கே ஊரில் பயம் இல்லை. இங்கே கொஞ்சம் ടൂറിസ്റ്റ് സ്പോട്ടിലായിട്ട് കുറച്ച് ഭയം. വീട്ടാവശ്യങ്ങൾക്കാരും ഈ ചായപ്പൊടി വാങ്ങാറില്ലെന്നും കടകളിലേക്കാണ് ആവശ്യക്കാരേറെയെന്നും വെളിപ്പെടുത്തൽ. കൂടുതൽ അളവിൽ വാങ്ങിയാൽ ഡിസ്കൗണ്ട് തരാമെന്നും വാഗ്ദാനം. അല്ല ഇത് പിടിച്ചിருக்கு. ഓക്കെ അത് പിടിച്ച് ഓക്കെ ഇല്ല അതേ ദിവസം ഇതിൽ വരും. ഡിസ്കൗണ്ട് ഇതേമാതിരി കളർ അത് വരും. ഒരുപാട് തവണ ആവശ്യപ്പെട്ടെങ്കിലും ഇവയുടെ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അയാൾ തയ്യാറായില്ല. இல்லை உங்களுக்கு ஒரு எப்படி 60 ரெடி ஆயிரும். அப்புறம் கொடுத்துறேன் உங்களுக்கு கண்டிப்பாக. இல்லை நான் அது உங்களுக்கு படித்தனா லேட் ஆகும். கொஞ்சம் லேட் ஆகும். அது நாளைக்கு அப்படி தான் ரெடி ആകും உங்களுக்கு. അഡ്രസ്സ് തന്നാൽ നാട്ടിലേക്ക് കൊറിയർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. നാട്ടിലെത്തിയാൽ വിളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മടങ്ങി. കോയമ്പത്തൂരിൽ നിന്നും സേലത്തു നിന്നും കൊണ്ടുവരുന്ന തേയിലപ്പൊടികളിലാണ് ഇത്തരം മായം ചേർക്കുന്നത്. ആവശ്യക്കാരേറിയതോടെ ഇവയുടെ വിതരണം ഇപ്പോൾ കൂനൂരിൽ വ്യാപകമാണ്. നീലഗിരി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു മേഖലയിൽ നടത്തിയ പരിശോധനയുടെ ഫലമായി ഇവയുടെ വിതരണം ഇവിടെ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. എങ്കിലും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ ഒരു മേഖലയിലൊക്കെ തന്നെ ഇവ വീണ്ടും വിതരണം ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം.
സ്വാദേറിയ ചായയ്ക്ക് വേണ്ടി ഇത്തരം മാരക രാസപദാർത്ഥങ്ങൾ ചേർത്ത് തേയിലപ്പൊടിക്ക് പിന്നാലെ പോകുന്ന ആളുകൾ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടുന്നതാണ് പിന്നീടുള്ള കാഴ്ച. ഇവയ്ക്കൊരു അറുതി വരുത്തുന്നതിന് വേണ്ടി അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. ചെക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കിയാൽ മാത്രമേ ഇവ അവസാനിപ്പിക്കാൻ സാധിക്കൂ. കൂനൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുപൂരിനും ഷഫീഖ് അരുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ.